എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ. ദേവീ കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ. ഞാൻ ദേവിദാസൻ. നിങ്ങൾക്കെല്ലാവർക്കും ദേവീ കൃപ ജ്യോതിഷവും ജീവിത വിജയമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വാസ്തുശാസ്ത്രത്തെ പറ്റിയാണ്. പുതിയ വീട് വെക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലായെങ്കിൽ ദോഷങ്ങൾ ക്ഷണിച്ചു വരുത്തുകയായിരിക്കും ചെയ്യുന്നത്. എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു നല്ല ഭവനം. സ്വസ്ഥവും സമാധാനവുമായി കുടുംബത്തോടും കഴിയുവാൻ മാത്രമല്ല, സമൂഹത്തിലെ അന്തസ്സും ഒരു പ്രൗഢിയുമാണ് നല്ല ഒരു ഭവനം. ധാരാളം പണം മുടക്കിയും അത് സമ്പാദിച്ച പണമായാലും ലോൺ എടുത്തതായാലും അല്ലെങ്കിൽ ഉള്ള പണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തും പൂർണ്ണമായോ ഭാഗികമായോ പണികൾ തീർത്ത് താമസിക്കുവാൻ തുടങ്ങും. പക്ഷേ താമസം തുടങ്ങി കുറച്ചുനാൾ കഴിയുമ്പോൾ തന്നെ സന്തോഷമെല്ലാം കെട്ടടങ്ങി ധനനഷ്ടത്തിലേക്കോ രോഗ ദുരിതങ്ങളിലേക്കോ കലഹങ്ങളിലേക്കോ വഴുതി വീണ് നിരാശ വന്ന് മനം മടുത്ത് ഈ വീട്ടിൽ താമസം തുടങ്ങിയപ്പോഴാണല്ലോ എല്ലാത്തിനും തുടക്കമെന്ന് നമ്മൾ നമ്മുടെ ഭവനത്തെ തന്നെ ശപിക്കുന്ന അവസ്ഥകൾ വന്നു ചേരും. ഇതിന് കാരണം വാസ്തു സംബന്ധമായ കണക്ക് പിഴയോ അല്ലെങ്കിൽ വാസ്തുപരമായ മറ്റു കാര്യങ്ങളോ ആവാം. വാസ്തുവിൻ്റെ കണക്കിലൊന്നും ഒരു കാര്യവുമില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നവരാണ് പല പുരോഗമന ചിന്താഗതിക്കാരും. ചിലർക്ക് വാസ്തു നോക്കുന്നത് അന്തസ്സ് കുറയുന്നതാവാം, ചിലർക്കത് പരിഹാസമാകാം. പക്ഷേ വാസ്തു ഒരു ശാസ്ത്രമാണ്. ആയുർവേദം ഏത് രീതിയിൽ വേദത്തിൻ്റെ ഭാഗമാണോ അതുപോലെ തന്നെ വേദത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വാസ്തുശാസ്ത്രവും. ഒരു സദ്യ ഒരുക്കുമ്പോൾ കറിയിലേക്ക് ഉപ്പ് കൂടിപ്പോയാൽ, എരിവ് കുറഞ്ഞോ കൂടിയോ പോയാൽ, ആ കണക്ക് തെറ്റിയാൽ എപ്രകാരമാണോ അത് ഉപയോഗശൂന്യമാകുന്നുവോ അപ്രകാരം തന്നെയാണ് കണക്ക് പിഴച്ചാൽ ഗൃഹവും നശിക്കുന്നത്. ഇപ്പോൾ 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമിയിൽ എന്ത് വാസ്തു നോക്കുവാനാണ് എന്ന് പറയുന്നവരോട് 100% വാസ്തു പറ്റിയില്ലെങ്കിലും 75-60% ശരിയായി ചെയ്യുവാൻ സാധിക്കും. 5 സെൻറ്റിൽ എന്ത് വാസ്തു എന്ന് പറയുന്നവരോട് ഒരു ചെറിയ ഒരു ഉരുളിയിൽ ശുദ്ധജലം നിറച്ചാൽ പൗർണമി ദിവസം പൂർണ്ണചന്ദ്രനെ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പാത്രത്തിലെ വലിപ്പം അനുസരിച്ച് ചന്ദ്രൻ്റെ വലിപ്പ വ്യത്യാസം വരാം. അതുപോലെ തന്നെ ഏത് ചെറിയ ഭൂമിയിലും വാസ്തുപുരുഷനുണ്ട്. വാസ്തുവിദ്യ നമുക്കതിൽ പ്രയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതിനൊക്കെ സ്ഥാനമുണ്ടോ എന്ന് വാദിക്കുന്നവരോട് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സ്ഥാനം മാറിയാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അതെത്ര വിരൂപമായിരിക്കും? എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? അതുപോലെ തന്നെയാണ് വാസ്തുവിൻ്റെ സ്ഥാനങ്ങളും. ഇനി നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് 8 ദിക്കുകളാണ് ഉള്ളത്. 4 ദിക്കും 4 വിദിക്കുകളും. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഇതാണ് ദിക്കുകൾ. കന്നിമൂല, വായുകോൺ, ഈശാനകോൺ, അഗ്നികോൺ ഇതാണ് വിദിക്കുകൾ. ഗൃഹം എപ്പോഴും ദിക്കിലേക്ക് ദർശനം തന്നെയായിരിക്കണം. അത് വഴിയുടെയോ അല്ലെങ്കിൽ പുഴയുടെയോ വയലിൻ്റെയോ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ. കൃത്യം ദിക്കിലേക്ക് തന്നെ ആയില്ലെങ്കിലും 13 ഡിഗ്രിയിൽ കൂടുതൽ ചരിയാൻ പാടില്ല. ഒരു കാരണവശാലും 13 ഡിഗ്രിയിൽ കൂടുതൽ ചരിവ് വരാൻ പാടില്ല. രണ്ടാമത്തെ നിയമം, തെക്ക് ദിക്കിലേക്കോ വടക്ക് ദിക്കിലേക്കോ ആണ് നിങ്ങളുടെ വീടിൻ്റെ ദർശനമെങ്കിൽ വീട്ടിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും കിഴക്ക് പടിഞ്ഞാറ് തന്നെയാവണം. അപ്പോൾ സ്റ്റെപ്പ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അത് ഭംഗിക്കുറവായിരിക്കുമെന്ന് തോന്നുമെങ്കിലും ഗുണമേ ഉണ്ടാവൂ. മൂന്നാമത്തെ കാര്യം, വീടിൻ്റെ പുറം ചുറ്റളവ് യാതൊരു കാരണവശാലും മരണ ചുറ്റിൽ വരരുത്. വാർദ്ധക്യത്തിൻ്റെ അവസാനത്തിലും വരരുത്. വീട് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ ചുറ്റളവുണ്ട്. അതിൽ അവസാനത്തെ മരണ ചുറ്റിൽ വരരുത്. നാലാമത്തെ കാര്യം, മാസ്റ്റർ ബെഡ്റൂം, അടുക്കള ഇത് രണ്ടും മരണ ചുറ്റിൽ വരരുത്. അഞ്ചാമത്തെ കാര്യം, കന്നിമൂലയിൽ അടുക്കള വരരുത്. കന്നിമൂല സിറ്റൗട്ട് ആക്കാനോ സ്റ്റോർ റൂം ആക്കാനോ പൂജാമുറി ആക്കാനോ പാടുള്ളതല്ല. കന്നിമൂല മാസ്റ്റർ ബെഡ്റൂം തന്നെ ആവണം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് 2ാം ഭാഗത്തിൽ പറയാം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിശ്വാസികളിലേക്ക് ഷെയർ ചെയ്യുക. നിർത്തുന്നു.